ഇവിടെ രമേശ് ചെന്നിത്തലയുടെ പാർട്ടി ആലപ്പുഴയിൽ CPM-നുള്ള ചെല്ലുമായി ചേർന്ന് കൂട്ടുകച്ചവടം അവസാനിക്കും. തെളിവ് സഹിതം ഞാൻ തരാം. ഇത് രാഷ്ട്രീയമല്ല, അരാഷ്ട്രീയമാണ്, അവസരവാദമാണ്, അഴിമതിയിലൊക്കെ വഴിവെക്കുകയാണ്. അഴിമതിക്കാർ തമ്മിലുള്ള കൂട്ടുകെട്ടെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായോണ്ടാ പറയുക. ഈ മോളിലേക്ക് കൊണ്ട് വേദിയെ ഞാൻ വരാൻ പാടില്ലാത്തതാണ്. കാരണം ഇവരെനിക്കൊരു കത്ത് തന്നു. 2 MLA-മാർക്കൊരു സ്വീകരണം. എനിക്കും തോമസിനും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ അവാർഡകത്തിൽ. ഞാൻ കൃത്യസമയത്ത് ഒന്നും ആരും വന്നിട്ടില്ല. ഞാനിപ്പോൾ ഒരു കല്യാണത്തിന് പോയി, അവിടെ പോയി തിരിച്ചു വന്നു. അപ്പോഴും വരുന്നുണ്ട്. പിന്നെ അല്പസമയം കഴിഞ്ഞു. അപ്പൊ എനിക്ക് യൂറിനിൽ പോകണം. അപ്പൊ ഒരാൾ പറയണം, അങ്ങോട്ട് പോകല്ലേ സാറേ, അവന്മാരവിടെ ഇരിക്കുക. നമ്മുടെ മുനിസിപ്പാലിറ്റി. സാർ അങ്ങോട്ട് പോകണ്ട. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിന്റെ അടുത്തൊരു മോഡേൺ നിലയിലുള്ള തുണിക്കടയുള്ള ഓപ്പണില്ല. അവിടെ പോയാൽ പിന്നെ മൂത്രമൊഴിക്കാനാണ് ജന്മങ്ങൾ അവർക്ക് വലിയ സന്തോഷമായി. അവിടെ തുടങ്ങി. അപ്പൊ സംഗതി എന്താണെന്ന് വെച്ചാൽ LDF-നെ പരാജയപ്പെടുത്തി വിജയിച്ചവരാണ് ഞങ്ങൾ രണ്ടുപേരും. ഷാനിമോൾ ഉസ്മാൻ കാണുന്ന ആളാണ്. അവർക്കറിയാമെന്നറിയില്ല. അവരും പരാജയപ്പെടുത്തി തന്നെ ജയിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ ആയതുകൊണ്ട് രാഷ്ട്രീയം ഒന്നും ഉണ്ടാവില്ല. ഡെപ്യൂട്ടി സ്പീക്കറുടെ ഇരിപ്പിടം നോക്കിയാൽ അറിയാം. മുഖ്യമന്ത്രിയുടെ തൊട്ടപ്പുറത്ത് ഫസ്റ്റ് സീറ്റാണ്. രാഷ്ട്രീയമായി പ്രസംഗിക്കാനും സ്വാതന്ത്ര്യം ഡെപ്യൂട്ടി സ്പീക്കർക്കില്ല. ബഡ്ജറ്റ് ചർച്ചയിലൊക്കെ പങ്കെടുത്തല്ലോ. അപ്പോ സമയത്ത് വന്നില്ല. ഞാൻ അങ്ങോട്ട് പോയി. അപ്പൊ എനിക്ക് വേറെ വിവരമുണ്ട്. ഇവർക്കുള്ള വിവരം എനിക്ക് തന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. ഗൂഢാലോചന. LDF-ന്റെ അവിടെ 10-20 കൗൺസിലർമാർ, 22 LDF-ന്റെ കൗൺസിലാണ് UDF പിടിച്ചെടുത്തത്. അവിടെ കയ്യെന്നാണ് പിടിച്ചെടുത്തത്. കായംകുളം പിടിച്ചെടുത്തു. പിന്നെ ഇവിടെ മാവേലിക്കര പിടിച്ചെടുത്തു, ചെങ്ങന്നൂർ പിടിച്ചെടുത്തു. ചേർത്തല മാത്രമാണ് കിട്ടിയത്. ബാക്കിയെല്ലാം തോറ്റു. അസംബ്ലി മുഴുവൻ തോറ്റില്ലേ. ഞാൻ ജയിച്ചു, തോമസ് ജയിച്ചു. ചേർത്തല ഒഴികെ ബാക്കി ചേർത്തലയും മാവേലിക്കരയും ചെങ്ങന്നൂർ ഒഴിച്ച് 3 ഒഴിച്ച് ബാക്കി 6 സീറ്റും തോറ്റില്ലേ. ചെങ്ങന്നൂരിൽ തന്നെ 45,000 വോട്ട് 10,000 വോട്ടായിട്ട് കുറഞ്ഞു ഭൂരിപക്ഷം. മാവേലിക്കര 35,000 വോട്ട് 11,000 വോട്ടായിട്ട് കുറഞ്ഞു. എല്ലായിടത്ത് വോട്ടിന്റെ ഇടിവാണ് വന്നിരിക്കുന്നത് LDF-ന്. അത് LDF-ന്റെ കുറ്റമല്ല, LDF-നെ നയിക്കുന്നവരുടെ കുറ്റമാണ്. അവർ അത്തരക്കാരനാണെന്ന് ജനത മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ കൗൺസിലർമാരെ അവരെ തോപ്പിച്ച് ജയിച്ചെന്ന് മാത്രമല്ല, ഞാൻ ജയിച്ചത് പ്രത്യേക തരത്തിലാണ്. തോമസ് ജയിച്ചതല്ല. ഞാൻ പാർട്ടിയിൽ നിന്നും മാറി. അത് പറഞ്ഞാൽ മനസ്സിലായി. 63 വർഷമാണ് ആ പാർട്ടിക്ക് വേണ്ടി പോകുന്നത്. 63 years. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞാനൊരു MLA ആവുന്നത് 42-ാമത്തെ വയസ്സിലാണ്. ഒരു മന്ത്രിയായത് 56-ാമത്തെ വയസ്സിലാണ്. അപ്പൊ അതിന്റെ പുറകെ ഒന്നും പോയിട്ടില്ല. അപ്പൊ ഇവരെ എവിടെ വിളിച്ചിരുത്തി? എന്തിനവർ വിളിച്ചിരുത്തി? ഒന്ന് യൂറിൽ പോകണമെന്ന് പറയാം. അവന്മാരവിടെ ഉണ്ട് എന്നോട് പറയുകയാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി എന്തോ പ്ലാനുണ്ട്. ഞാൻ അവിടെ കൂടി 2-3 UDF നേതാക്കന്മാരോട് സംസാരിച്ചു. അവർക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്തുവാണ്. അവർക്ക് ആ കാര്യം സംസാരിക്കാൻ താല്പര്യമില്ല. അവസാനം എന്തുണ്ടായി? ഞാനങ്ങ് പോയി. ഇവരെ പ്ലക്കാർഡ് പിടിച്ച് എളിപ്പേരായ പിടിക്കുകയാണ്. പ്ലക്കാർഡ് പൊക്കി പിടിച്ചു. അവസാനം ചുമ്മാതെ മോളി ജേക്കബിനെതിരായിട്ടാണ് പൊക്കി പിടിച്ചത്. അവരെ ഉള്ള അവിടെ ഞങ്ങളാരോടില്ല. ആ പ്ലക്കാർഡ് എന്തുകൊണ്ട് നീക്കം ചെയ്തില്ല? എന്തുകൊണ്ട് നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയ ആളെ സ്വീകരിക്കുമ്പോൾ ആ പ്ലക്കാർഡ് പിടിച്ചവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് മാറ്റണ്ടെന്നാണ് ചോദിച്ചു. ഇവിടെ പോലീസില്ലേ? പോലീസിനറിയാമായിരുന്നു കുറ്റം. ബഹുമാനായ രമേശ്, അവർക്കറിയാമായിരുന്നു വിവരം. അവർ നമ്മളോട് പറഞ്ഞില്ല. അപ്പൊ പോലീസിനറിയാമായിരുന്നു, മുനിസിപ്പൽ ചെയർപേഴ്സൺ അറിയാമായിരുന്നു, കോൺഗ്രസ് പ്രവർത്തകർക്കും അറിയാമായിരുന്നു. അപ്പൊ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടി നടക്കുമെന്നുള്ള ഉറപ്പല്ലേ. അപ്പൊ ഞാൻ പോയത് എത്ര നന്നായി. എന്റെ മുഖത്തുകൊണ്ട് ഇപ്പോൾ ഞാൻ കരണക്കുട്ടിക്ക് അടിക്കും, യാതൊരു സംശയവും വേണ്ട. അടിച്ച ശീലം ഞങ്ങളുടെ അതാണ്. ഞാനടിക്കും എന്റെ മുഖത്തുകൊണ്ട് പ്ലക്കാർഡ് പിടിച്ച.
അവനൊന്നും എന്നെ ഒന്നും ചെയ്യത്തുമില്ല. അപ്പം ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കൗൺസിലറുടെ പ്രസംഗം പ്രതിപക്ഷ നേതാവിന് എത്ര സ്ത്രീകളെയാ പുള്ളി സംരക്ഷിച്ചെന്നറിയോ പല സ്ഥലത്ത് വെച്ചത്. എൻ്റെ പ്രിയപ്പെട്ട മോളി ജേക്കബ് അമ്മ, നിങ്ങൾക്ക് ഇതുവല്ല അറിയാമോ? അയാൾ പ്രസംഗിക്കാൻ അനുവദിച്ചെന്തിനാ അവിടെ? സ്ത്രീകളെ സംരക്ഷിക്കുകയാണ്. ഞാൻ ഒരുത്തി എന്ന് വിളിച്ചു. ഒരുത്തി എന്ന് വിളിച്ചാൽ കുറ്റമാണ്. ഒരുത്തി എന്ന് വിളിച്ചാലേ ഉള്ളൂ, വേറൊന്നും ചെയ്തില്ലല്ലോ. ഒരുത്തി എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ആ പ്രസംഗം അനുവദിച്ചുകൊണ്ട് ഈ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചു. എന്തിനാ സ്വീകരണത്തിന് വിളിച്ചിരിക്കുക എന്നെ? ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഇന്നേ വരെ എൻ്റെ കൂടെ ഒരാളെ കാറിൽ കയറ്റി പോകാറില്ല, എൻ്റെ ഡ്രൈവറോ ഗൺമാനോ അല്ലാതെ. ഞാൻ അകമ്പടിയായിട്ട് പോകാറേ ഇല്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവരുടെ ശരീരത്തിൽ ഉടുപ്പിൻ്റെ ഇവിടെ തുറത്തില്ല, എനിക്കറിയാം. അപ്പം ഇങ്ങനെയൊക്കെ അനുഭവങ്ങളുള്ളത് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ആഭ്യന്തരം അറിയണം. എന്തുകൊണ്ട് പോലീസ് ആ കാര്യം എന്നെ അറിയിച്ചില്ല? അവർക്കറിയാമായിരുന്നു. അവർക്ക് മുൻകൂർ ഞാൻ CID വിളിച്ച് ചോദിച്ചു. അവർ പറഞ്ഞ് അറിയാമായിരുന്നു സാറ്. അപ്പോൾ എന്തുകൊണ്ട് അറിയിച്ചാൽ അവിടെ ഒരു കലാപം ഉണ്ടാകുമായിരുന്നു, അത് ഗവൺമെൻറ്റിന് ദോഷമാകുമായിരുന്നു. ഞാൻ ബോധപൂർവ്വം പോയി. അത്രയേ ഉള്ളൂ പറയാൻ. ഖാദിയായിട്ട് ബന്ധമില്ലെങ്കിലും ഇത് ഖാദിയെ ബഹുമാനിക്കുന്ന ഒരു സ്ഥലത്ത് ആലപ്പുഴ നടക്കുന്ന കാര്യം. എനിക്ക് കിട്ടിയ ഭൂരിപക്ഷം 28,000 വോട്ടാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മാത്രം 77 വാർഡ് നീട്ടത് 8,000 വോട്ടാണ്. എന്നിട്ടാണ് എനിക്കെതിരെ പ്ലക്കാർഡ് പിടിച്ചോണ്ട്. അടുത്ത തവണ ഇവർക്ക് കിട്ടിയ 22 വാർഡിൽ ഒരെണ്ണം അടുത്ത തവണ കിട്ടത്തില്ല, എഴുതി വെച്ചു. ഈ മുനിസിപ്പാലിറ്റി ഒറ്റ സീറ്റ് ഒരു ചെയ്യില്ല. ഞാനങ്ങ് ക്യാമ്പയിനൊന്നും ഇറങ്ങിയില്ല. തവണ ഒരു സ്ഥലത്തും ഞാൻ പോയിട്ടില്ല. ആ കൂടി ഞാൻ പോയ തോമസിൻ്റെ ഒരു ഓഫീസ് ഉദ്ഘാടനം ഞാൻ വേണ്ടി പോയി. അവിടെ 10,000 ആളുണ്ടായിരുന്നു ഓഫീസ് ഉദ്ഘാടനത്തിൽ. അതല്ല, ഞാനൊരു പരിപാടിക്ക് പോയി. ഞാൻ മാവേലിക്കരയിലും ചെങ്ങന്നൂരിലൊക്കെ പ്രസംഗിച്ചെങ്കിൽ അതൊക്കെ ഞാൻ തോറ്റുപോയിനും. ചെയ്യിച്ചെറിയാനും ആ കൊച്ചനൊക്കെ തോറ്റാണ്. വലിയ കുഴപ്പമൊന്നുള്ള ആളല്ല മാവേലിക്കരൻ. എല്ലാം തോറ്റേനെ. പ്രസാദം തോറ്റേനെ. അതൊന്നും എനിക്ക് അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറയുകയാണ്. അപ്പോൾ അത് തന്നില്ലേ, ഇത് തന്നില്ലേ, മറ്റേ സ്ഥാനം തന്നില്ലേ, ഇത് ഇവരുടെ പാക്കറ്റിൽ നിന്ന് എടുത്ത് തരിക ഓരോന്ന് എന്ന് മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകർ മനസ്സിലാക്കണം. ഒരു പാർട്ടിയിൽ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ ചെയ്ത പ്രവർത്തനങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് മാറിയാൽ ആ പ്രവർത്തനങ്ങളെ കൊള്ളാവുന്ന ഒരു പാർട്ടി തള്ളി പറയൂ. നല്ല കാര്യമല്ലേ ചെയ്തത്, തള്ളി പറയുമോ? അത് റിവ്യൂ ചെയ്യുമോ? ചെയ്യത്തില്ലല്ലോ. ഞാൻ മന്ത്രിയായിരുന്നു, എന്തെല്ലാം കാര്യം ഞാനത് ചെയ്തു കൊടുത്തു. അതിപ്പോൾ ഇവരെതിരായിട്ട് പറയുന്നതുകൊണ്ട് കാര്യം. അപ്പം ഇത്തരത്തിലൊരു വിവരക്കേടാണ്. ഖാദി എന്നൊക്കെ പറഞ്ഞാൽ പരിശുദ്ധമായ, എന്താ പറയുന്നത്, ത്യാഗത്തിൻ്റെയും സഹകരണത്തിൻ്റെയൊക്കെ മഹത്തായിട്ടുള്ള ഒരിതാണ്. ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാർ ഖാദി ഉടുത്തിരുന്നു. പി കൃഷ്ണപിള്ളയെ ഖാദി ധരിക്കുമായിരുന്നു. കോഴിക്കോട്ടെ കേളുവേട്ടൻ സീനിയർ ഖാദി ധരിക്കുമായിരുന്നു. നമ്മുടെ ചാത്തുണ്ണി മാസ്റ്റർ ഖാദി ധരിക്കുമായിരുന്നു. പി കൃഷ്ണപിള്ള ഖാദി ധരിക്കുമായിരുന്നു. പി കൃഷ്ണപിള്ള ജയിലിൽ വെച്ച് ഖാദി നൂത്തിട്ടുണ്ട്, ഹിന്ദി പഠിച്ചിട്ടുണ്ട്. KPCC സെക്രട്ടറി ആയിരുന്നല്ലോ അന്ന് ആദ്യം. അപ്പോൾ ഈ ചരിത്രമൊക്കെ നാം മനസ്സിലാക്കണം. നമ്മൾ ഒരു പാർട്ടിയും ചുമ്മാ ഇഞ്ഞ് കയറി വന്നതല്ല, അങ്ങനെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൻ്റെ എല്ലാം അടിയിൽ കോൺഗ്രസ് എന്നൊരു മഹാപ്രസ്ഥാനം ഈ രാജ്യത്തുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. എല്ലാ പ്രസ്ഥാനങ്ങളും കോൺഗ്രസിൽ നിന്നാണ് ഉണ്ടായത്, BJP ഒഴിച്ച്. എല്ലാം കോൺഗ്രസ് എന്നാണ്. സോഷ്യലിസ്റ്റ് പാർട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാം കോൺഗ്രസ് എന്നാണ് ഉണ്ടായത്. ഈ ധാരണ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പകരാനാണ് ഈ 63 വർഷം ഞാൻ പൊതുജീവിതം ഉപയോഗിച്ചത്. ഉടനെ ഷാനിമോൾ ഉസ്മാനെ, സുധാകരൻ പണ്ട് നിങ്ങളെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഒരു നേതാവ്, മറ്റേ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ ബിജു? അതെ, പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണ്, ഞാൻ പറയും. പാർട്ടി നിന്നുകൊണ്ട് പാർട്ടിയെ വഞ്ചിക്കണമെന്ന് അവർ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ആലപ്പുഴയിൽ കോൺഗ്രസിലെ ഒരു ചെറിയ വിഭാഗവും CPM-ലെ ക്രിമിനൽസും തമ്മിലൊരു ബന്ധമുണ്ട്. അത് അവസാനിപ്പിച്ചാൽ അടുത്ത തവണ 6 സീറ്റല്ല 9 സീറ്റ് ചെയ്യും. ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്. സുധാകരനാണ് പറയുന്നത്, അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. ഇതൊന്നും ആവർത്തിക്കാൻ പാടില്ല. 10 പേരെയും കൂടി സമ്മേളന സ്ഥലത്ത് പോകാനും അടിയും പിടിയും നടത്താനും ഒന്നും നമുക്ക് പരിപാടിയില്ല. അതിലല്ല രാഷ്ട്രീയം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രമേശ് ചെന്നിത്തല വന്നിട്ട് ഒന്ന് പറയണമെന്ന് വിചാരിച്ചാൽ ഇതാണ് സംഭവമാണ്. അങ്ങയുടെ പോലീസ് എന്തുകൊണ്ട് ഈ സംഭവം അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞില്ല? എന്തുകൊണ്ട് പറഞ്ഞില്ല? അവരുടെ ലോക്കൽ പോലീസിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ്. എല്ലാവർക്കും ഖാദി ധരിച്ച എല്ലാവർക്കും, വിശേഷിച്ച് പട്ടുസാരി കൊടുത്ത് നിൽക്കുന്ന നമ്മുടെ സഹോദരിമാർക്കും എല്ലാം പ്രത്യേകം അഭിവാദനവും അഭിനന്ദനവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.